നല്ല ക്രിസ്പി ആയിട്ടുള്ള എഗ് റോളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. അതിനുവേണ്ടി 2 കപ്പ് മൈദ ഒരു പാത്രത്തിലോട്ട് ഇടുക. ഇനി അതിലോട്ട് 2 സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി കൈകൊണ്ട് കുഴച്ചെടുക്കണം. ഇത് ചപ്പാത്തി മാവ് പോലെ ആയി കെട്ടണം. എന്നിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി പുഴുങ്ങിയ മുട്ടയെടുത്ത് ഇതുപോലെ ചെയ്ത് മാറ്റി വെക്കുക. ഇനി ഒരു പാൻ എടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് സവാള കട്ട് ചെയ്ത് അതിലോട്ട് ഇട്ട് കൊടുക്കണം. സവാള കുറച്ച് വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് 1 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടിയും 1/4 സ്പൂൺ കുരുമുളക് പൊടിയും ഒരു പിഞ്ച് ഉപ്പും 2 സ്പൂൺ തേങ്ങയും ഇട്ട് ഇതുപോലെ നന്നായി വഴറ്റിയെടുക്കണം. എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവാൻ വേണ്ടി 5 മിനിറ്റ് നേരം മൂടി വെക്കുക. വെള്ളം നന്നായി വറ്റിയതിന് ശേഷം നേരത്തെ ചീകി വെച്ച മുട്ട അതിലോട്ടിട്ട് ചെറുതായി ഇളക്കി കൊടുക്കണം. കൂടുതൽ ഇളക്കിക്കൊണ്ടിരുന്നാലും മുട്ട കുഴഞ്ഞു പോകുന്നതാണ്. ഇനി ഇതിലോട്ട് 1/2 സ്പൂൺ ചിക്കൻ മസാലയിട്ട് യോജിപ്പിക്കുക. അങ്ങനെ എഗ്ഗ് മസാല റെഡിയായി കിട്ടി. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് ബ്രെഡ് ഇട്ട് ഇതുപോലെ പൊടിച്ചെടുക്കണം. ഇതൊരു പാത്രത്തിലോട്ട് ഇട്ടതിന് ശേഷം ഇനി നേരത്തെ കുഴച്ച് വെച്ച മാവെടുത്ത് ഇതുപോലെ നീളത്തിൽ പരത്തിയെടുക്കണം. അതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുത്ത് 2 വശം മടക്കി കൊടുക്കുക. ഇനി വീണ്ടും റോൾ ചെയ്ത് ലാസ്റ്റ് ഭാഗം വെള്ളം തേച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ ആയതിനു ശേഷം വെള്ളം വീണ്ടും തേച്ച് പിടിപ്പിച്ച് ഇനി ബ്രെഡ് പൊടിയിലോട്ടിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം. ഇളം ബ്രൗൺ കളറാകുമ്പോൾ കോരിയെടുക്കാവുന്നതാണ്. അങ്ങനെ എഗ് റോൾ റെഡിയായി കിട്ടി. വീഡിയോ കൂടുതലായി തോന്നുന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സാണേ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം ലൈക്കും ഷെയർ ചെയ്യാൻ മറക്കല്ലേ.